ഹലോ, നല്ല നമസ്കാരം. ദാവീദ് ഗോവിന്ദ് വിഷ്ണുവിൻ്റെ സംവിധാനത്തിൽ ആൻ്റണി വർഗീസ് പെപ്പയും ലിജോ മോൾ, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന അല്ലെങ്കിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഫാമിലി ഇടിപ്പടം. നമ്മൾ ഒരുപാട് സ്പോർട്സ് മൂവികൾ കണ്ടിട്ടുണ്ട്. മാധവൻ്റെ ഇരുട്രി സുട്ര്, ആര്യയുടെ സപ്പാട്ട പരമ്പര, വിജയുടെ ലൈഗർ, ജയം രവിയുടെ സൺ ഓഫ് മഹാലക്ഷ്മി, അതോടൊപ്പം തന്നെ നീരജിൻ്റെ തൂഫാൻ, ഇങ്ങനെ ബോക്സിങ്ങിൽ മായി ബന്ധപ്പെടുന്ന ഒരുപാട് സിനിമകൾ ഇന്ത്യൻ ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദാവീദിനെ വിഭിന്നമാക്കുന്നത് ഇതിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ്. സാധാരണ സ്പോർട്സ് മൂവികളിൽ നമ്മൾ കാണുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, ക്ലീശയായിട്ടുള്ള കച്ചട കുച്ചട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരു നമ്മൾ കേട്ട് പരിചയമുള്ള ചില ക്ലീശ സാധനങ്ങൾ. ഒരു നാട് രക്ഷിക്കാൻ വേണ്ടി ഒരു സ്പോർട്സ് താരം വരുന്നു, അതല്ല എങ്കിൽ പിന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛൻ സ്പോർട്സ് താരമാകുന്നു, മകനും ആ പാത പിന്തുടരാൻ ശ്രമിക്കുന്നു. അതങ്ങനെ, അല്ലെങ്കിൽ സ്പോർട്സ് താരമായിട്ടും നാട്ടുകാരും വീട്ടുകാരും അംഗീകരിക്കുന്നില്ല, അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഒരു വലിയ പദവിയിലെത്തുന്നു. അങ്ങനെയുള്ള ഒരു നായകൻ സങ്കല്പത്തിൻ്റെ ക്ലീശേ പരിപാടികളിൽ നിന്നും ഒരുപാട് നല്ല രീതിയിൽ ഇമോഷൻസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പടച്ചുവിടുന്ന ഒരു സാധനത്തെ നല്ല രീതിയിൽ തന്നെ ദീപു രാജീവും ഗോവിന്ദ് വിഷ്ണുവും കൂടി ചേർന്ന് ആ ഇമോഷൻസിനെ നമുക്ക് ബോറടിപ്പിക്കാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ അവസാനത്തെ ഒരു 10-15 മിനിറ്റുള്ള കുറച്ച് പരിപാടിയുണ്ട്. അതൊന്നും ഒരു വെറൈറ്റി സാധനമാണ്. സാധാരണ ഒരു സ്പോർട്സ് മൂവി കാണുമ്പോൾ അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ നായകൻ വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അവിടെ നിന്നും അവിടെ ആണ് നമുക്ക് നന്നായിട്ട് ഹാപ്പിനെസ് തരുന്ന ഒരു സാധനം ഇതിൻ്റെ ക്ലൈമാക്സിൽ. ആ അവസാനത്തെ ഒരു ബോക്സിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനം. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ കഥയെ വളരെയധികം പ്രാധാന്യം നൽകുന്നത്. ഈ തുടക്കത്തിൽ കുറച്ച് ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് കണ്ടുകൊണ്ടിരിക്കാം. കാരണം അദ്ദേഹത്തെ എന്താണ് പെപ്പെ അല്ലെങ്കിൽ ആഷിഖ് അബു എന്ന് പറയുന്ന ആൾ എന്താണ് എന്നുള്ളത് എന്നെ വ്യക്തമാക്കി തരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അതാണ് തുടക്കത്തിലുള്ള സാധനം. വിജയരാഘവൻ വരുന്നതോടുകൂടി വിജയരാഘവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ്. വിജയരാഘവനൊക്കെ എന്ത് ഇതാണെന്നറിയാമോ, ഇത്ര റേഞ്ചുള്ള ഒരാളാണെന്നറിയാമോ. ഒരു മലയാളത്തിൻ്റെ ഒരു തിലകൻ തന്നെയാണ് അദ്ദേഹം. ഒരു തിലക കുറിയാണ്, അതോടൊപ്പം തന്നെ തിലകനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലും ആ ഒരു ഇരിപ്പും നിൽപ്പും ഓരോ നോട്ടവും, പിന്നെ പെപ്പയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പെപ്പയുടെ ഓരോ ഇടിയും ഓരോ ടൺ വെയിറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇടി കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത്. കാരണം പെപ്പയിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്നും ആക്ഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് മലയാള സിനിമയിൽ ഇത്രയും നന്നായിട്ട് ആക്ഷൻ കിടിലമായിട്ട് ചെയ്യുന്ന മറ്റൊരു നടനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ പെപ്പയുടെ മോളായിട്ട് അഭിനയിച്ച കൊച്ച് നല്ല കിടിലമാണ്. നല്ല കിടിലമായിട്ട് തന്നെ ഇത് ചെയ്യപ്പെട്ടിട്ട്, അതോടൊപ്പം തന്നെ ഒരു ഗസ്റ്റ് റോളിൽ നമ്മുടെ അന്ന. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസാണ്. ഫൈനൽ കട്ടിൽ ഉണ്ടാകുന്ന കുറേ പഞ്ച്, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇടിച്ചവൻ്റെ മുഖം പൊളിക്കട എന്ന് ഓഡിയൻസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയൊരു സ്ട്രോങ് എന്ന് പറയുന്നത് സാധനം ഇതിൻ്റെ സ്റ്റോറിയും സെക്കൻഡ് ആക്ഷൻസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക്കും. ഇതിൽ മോ ഇസ്മയിൽ എന്ന് പറയുന്ന ആ ഒരു ബോക്സിംഗ് താരം, വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം, കറക്റ്റ് ഒരു ആക്ഷന് ചേരുന്ന ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് ആ ആക്ഷന് ചേരുന്ന ഒരു വില്ലനെ
പ്ലേസ് ചെയ്യുക എന്നതൊക്കെ പറയുന്നത് ഒരു വളരെയധികം യോജിച്ച ഒരു സാധനമായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആക്ഷൻസ് ആരാണെന്ന് ഒരു പിടിയില്ല. ഏതോ ഒരു ഇതിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് PC സ്റ്റണ്ട് ആക്ഷൻ കമ്പനിയാണ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള വളരെയധികം പോപ്പുലറായിട്ടുള്ള ഇതേപോലുള്ള ഇടിപ്പടങ്ങൾക്ക് പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സിനിമഗ്രാഫി സാലു കെ തോമസ്, അതോടൊപ്പം തന്നെ മേക്കപ്പ് അർഷാദ്, അങ്ങനെ ഒരുപാട് നല്ലൊരു സാധനം. ഒരു ഫാമിലി പഞ്ച് മൂവി കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം എന്നതാണ് എൻ്റെ ഒരു നിഗമനം. താങ്ക് യു.